ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കപ്പ് കേക്കിൻ്റെ റെസിപ്പി തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ എളുപ്പമാണ്, മാത്രമല്ല കുറഞ്ഞ ചേരുവകൾ മാത്രം മതി. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പോളം പഞ്ചസാര ചേർത്ത് ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് പൊടിച്ചെടുത്തു. ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പോളം ഓയിലും കൂടി ചേർക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റിഫൈൻഡ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏതായാലും കുഴപ്പമില്ല. അതെല്ലാം ചേർത്ത് നല്ലതുപോലെ അടിച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് അടിച്ചെടുത്തതിന് ശേഷം ഇതൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മളിതിലേക്ക് മൈദ ചേർക്കണം. നമ്മൾ അരിച്ച് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി 1/2 കപ്പോളം മൈദ ചേർക്കാം. ഇനി 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർക്കാം. ഇത് രണ്ടും കൂടി ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ നമ്മളിത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ പതുക്കെ ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പാലും കൂടി ചേർക്കണം. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം പാലും കൂടി നമുക്ക് ചേർക്കാം. പാല് മുഴുവനായിട്ട് ചേർക്കാതെ കുറേശ്ശെ വേണം ചേർക്കാനായിട്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു 3 ടേബിൾ സ്പൂൺ പാല് മതിയാവും. അപ്പം 3 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം വാനില എസൻസും കൂടി ചേർക്കാം. വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതുപോലത്തെ സിലിക്കോൺ മോൾഡ്സ് ആണ് എടുക്കുന്നത്. ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വിടിയിച്ചെടുക്കാൻ പറ്റും. പിന്നെ അധികം വിലയൊന്നുമില്ല. നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടുന്നുണ്ട്. മാക്സിമം ഒരു 120 രൂപയെ മറ്റേ ഉള്ളൂ ഇതിന്. അതല്ലെങ്കിൽ ഇതുപോലത്തെ ചെറിയ പാത്രങ്ങൾ നമ്മുടെ വീട്ടിൽ കാണുമല്ലോ, അതിലും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആദ്യം തന്നെ കുറച്ച് ഓയിൽ നന്നായിട്ട് തേച്ചതിന് ശേഷം കുറച്ച് മൈദ ഇട്ട് ഡസ്റ്റ് ചെയ്തതിന് ശേഷം കേക്ക് ബാറ്റർ ഒഴിച്ചാൽ മതി. ഇതിലിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ നേരിട്ടാണ് ഒഴിക്കുന്നത്. പകുതി ഭാഗം മാത്രം ഒഴിച്ചാൽ മതിയാവും, മുഴുവനായിട്ട് ഒഴിക്കരുത്. അപ്പോൾ നമ്മൾ കേക്ക് ബാറ്റർ ഒഴിച്ചതിന് ശേഷം കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് വെക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. പഴയൊരു ചീനച്ചട്ടി എടുക്കുന്നതായിരിക്കും നല്ലത്. കുറച്ച് അടികട്ടിയുള്ള ചീനച്ചട്ടി ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ നടുക്കായിട്ട് ഇതുപോലത്തെ ഒരു ചെറിയ പാത്രം വെക്കുന്നുണ്ട്. ഇതൊരു സ്റ്റാൻഡിന് വേണ്ടിയിട്ടാണ്. ഇത് സാധാരണ ഞാൻ ബേക്കിങ്ങിനൊക്കെ എടുക്കുന്ന ഒരു പാത്രമാണ്. ഇനി നമുക്കിത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരത്തേക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തുറന്നതിന് ശേഷം ഞാൻ കേക്ക് മോൾഡൊക്കെ ഒരു പ്ലേറ്റിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ പ്ലേറ്റ് നമുക്ക് പതുക്കെ വെച്ച് കൊടുക്കാം. കൈ പൊള്ളാതെ നോക്കണം. ഇനി നമുക്കിത് അടച്ച് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 30 മിനിറ്റ് നേരത്തേക്ക് ബേക്ക് ചെയ്താൽ മതി. അപ്പോഴേക്കും കേക്ക് റെഡി ആയിരിക്കും. ഇതിപ്പോൾ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി കേക്ക് തുറന്ന് നോക്കാം. ഒരു കത്തി വെച്ച് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയാൽ മതി. 30 മിനിറ്റ് വരെ ഇത് തുറക്കരുത്. 30 മിനിറ്റിന് ശേഷം വെന്തില്ലെങ്കിൽ മാത്രം വീണ്ടും ഒരു 5 മിനിറ്റും കൂടി വെച്ചാൽ മതി. ഇതിപ്പോൾ കത്തി ക്ലീൻ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കണം. തണുത്തതിന് ശേഷം നമുക്ക് ഈ കേക്ക് എടുക്കാം. ഇതിപ്പോൾ നല്ല ചൂടായിട്ടാണുള്ളത്. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മോൾഡിൽ നിന്നും ഇത് വിടിയിച്ചെടുക്കാം. ഇതുപോലത്തെ മോൾഡ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ് കേട്ടോ. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുകയില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനും പറ്റും. കണ്ടല്ലോ, നല്ല പഞ്ഞി പോലത്തെ കേക്കാണ്. വളരെ സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റും ആയിരിക്കും ഇത്. നമ്മൾ ശരിക്കും ബേക്കറിയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റായിട്ടാണ് ഈ കേക്ക് ഉള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു മോൾഡ് ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ സ്റ്റീലിൻ്റെ ബൗൾ എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ടീ കപ്സ് ഒക്കെ കിട്ടുമല്ലോ, ആ കപ്പിലും നമുക്ക് ഉണ്ടാക്കാം.
അതും എളുപ്പത്തിൽ തന്നെ നമുക്ക് വിടിയിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്